love, 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 love.
ജനലൊക്കെ തോന്നി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മുഖ്യാതിഥിയായി സ്ഥാപനത്തിൽ ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂർ സാറിന് സ്ഥാപനത്തിന്റെ നിർഭരമായ ആദരാഭിവാദനങ്ങൾ. ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹോദരന്മാർ, വളരെയേറെ സന്തോഷത്തിന്റെ ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ ഈ അനുഗ്രഹീത സാന്നിധ്യത്തെ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും ഫാസിസ്റ്റ് വിരുദ്ധ മതേതര ചേരിയുടെ ശക്തനായ വക്താവ് 2009 മുതൽ തിരുവനന്തപുരം സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ പാർലമെന്റേറിയനുമായ ഡോക്ടർ ശശി തരൂർ സാർ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്റ്റേറ്റ് മന്ത്രിയായിരുന്ന ബഹുമാന്യനായ നമ്മുടെ മുഖ്യാതിഥി അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നയതന്ത്ര രംഗത്ത് പ്രമുഖത്തിലുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വപൗരൻ. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഡൽഹിയിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബിരുദ പഠനം പൂർത്തിയാക്കി വിദേശത്തിന് ഗവേഷണ പഠനവും പൂർത്തിയാക്കി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ അണ്ടർ സെക്രട്ടറി ജനറൽ പദവിയിൽ വരെ നമ്മുടെ രാജ്യത്തിന്റെ യശസ്സുയർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ അതിഥി നിരവധി ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുള്ള ബഹുമുഖ പ്രതിമ കൂടിയാണ് നമുക്കറിയാം. ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധത അദ്ദേഹം എഴുതിയ An Era of Darkness എന്ന ഗ്രന്ഥത്തിന് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുള്ള പ്രമുഖനായ എഴുത്തുകാരൻ കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നിട്ട് പ്രത്യേകിച്ച് ദാറുൽ ഹുദ വിദ്യാർത്ഥി യൂണിയൻ അൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ അസാസ് അസാസിന്റെ 30 വർഷം പൂർത്തീകരിക്കുന്ന 30ാം വാർഷികത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ അദ്ദേഹം ചേർന്നിട്ടുള്ളത്. ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ആദ്യമായി അറിയിക്കുകയാണ്. കേരളീയ ആധികാരിക മതപണ്ഡിത സഭയായ സമസ്ത കേരളത്തിലുരമായുടെ സമസ്ത കേരള മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് മതേതര വിദ്യാഭ്യാസത്തിന്റെയും സമന്വയ സംവിധാനം എന്ന നിലക്ക് ഇന്ത്യൻ മുസ്ലിം വിദ്യാഭ്യാസ സംവിധാനത്തിന് പുതിയ ദിശാബോധം ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രവർത്തനം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ ഈ സ്ഥാപന സാരഥികളായി സേവനം കടന്നുപോയവരാണ്. ബഹുമാനപ്പെട്ട എം ബഷീർ എന്നിവരായിരുന്നു ഇതിന്റെ സ്ഥാപക നേതാക്കൾ. ബഹുമാനപ്പെട്ട യോഗാനന്തരം പാണക്കാട് സയ്യിദ് സ്വാദിഖ് ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ അമരക്കാരൻ. ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ്
മതപഠനത്തിന് ശേഷം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് സാഹിത്യത്തിൽ ഡോക്ടറേറ്റും പോസ്റ്റ് ഫെലോഷിപ്പും നേടിയിട്ടുള്ള ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് അവർകൾ വൈസ് ചാൻസലറായി സേവനം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിൽ 1500 വിദ്യാർത്ഥികളാണ് സെക്കൻഡ് PG തലം വരെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ മണ്ഡലത്തെ പ്രതിനിധി ലോകസഭാ മണ്ഡലങ്ങാടി തിരൂർ ലോകസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MP ഇ.ടി. മുഹമ്മദ് ഷീർ സാഹിബ് അവർ അതുപോലെ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിന്റെ നിയമസഭാ സാമാജികനും ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ സഹകാരിയും സഹയാത്രികരുമായിട്ടുള്ള ഈ രണ്ട് ജനപ്രതിനിധി അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. എല്ലാവരെയും സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് അവர்களാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ അവர்களാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബഹുമാന്യനായ മുഹമ്മദ് ബഷീർ സാഹിബ് അവർ മജീദ് സാഹിബ് അവർ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ അഹമ്മദ് സാഹിബ് അതുപോലെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ ബഹുമാന്യനായ അഹമ്മദ് സാജു അദ്ദേഹത്തോട് വളരെ വലിയ സ്ഥാപനത്തിന് വേണ്ടി വളരെയധികം പ്രയാസങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ബഹുമാന്യനായ നമ്മുടെ ശശി തരൂർ സാർ 13 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷണിക്കുന്നതിന് ബഹുമാനപ്പെട്ട VC സഫലീകൃതമായ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് ദാറുൽ ഹുദയിലെ മാനേജ്മെന്റും വിദ്യാർത്ഥികളും ഉസ്താദുമാരുള്ളത്. ഈ സന്തോഷങ്ങൾ വിദ്യാർത്ഥികൾ ഉസ്താദുമാർ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികൾ എല്ലാവരെയും ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ അധ്യക്ഷൻ ഉസ്താദ് ബഹാവുദ്ദീൻ നദ്വി അവർകളെ, അഭിവന്ദ്യനായ മുഖ്യാതിഥിയും ശ്രീ ശശി തരൂർ MP അവർകളെ, ബഹുമാനപ്പെട്ട ജനാബ് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, ബഹുമാനപ്പെട്ട ജനാബ് KP മജീദ് സാഹിബ്, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി സാഹിബ്, ബഹുമാനപ്പെട്ട ഡോക്ടർ UPK മുഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട ഡോക്ടർ ഫൈസൽ ഹുദവി, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഭിനന്ദരായ സാരഥികളെ, അഭിനന്ദരായ ഉസ്താദുമാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറ്റവും ആഹ്ലാദകരമായ നിമിഷങ്ങളിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖന്മായ നേതാവും വിശ്വപൗരനും അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ കാവലാളുമായ ബഹുമാന്യനായ ശശി തരൂർ അവർക്ക് കാതോർക്കുവാനാണ് നാം ഓരോരുത്തരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നമുക്കറിയാം, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന ഈ മഹത്തായ സ്ഥാപനം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന ആശയത്തോടു കൂടി 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമാരംഭം കുറിക്കുകയും ഇന്ന്
കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ഇതിൻ്റെ ഓഫ് ക്യാമ്പസുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഏതാണ്ട് 50,000ഓളം വിദ്യാർത്ഥികൾ ഈ മഹത്തായ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായി മതപഠനവും ഭൗതിക വിദ്യാഭ്യാസവും നേടിക്കൊണ്ട് മുന്നേറുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദാർഹുദയുടെ സന്തതികൾ ഉന്നതമായ മേഖലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഈ മഹത്തായ സ്ഥാപനം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ സ്ഥാപനമായി ഉയർന്നിരിക്കുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ യൂണിയൻ അസാസിൻ്റെ 3 പതിറ്റാണ്ടുകൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ അവരുടെ 30ാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഒരു വേദി കൂടിയാണ്. തീർച്ചയായിട്ടും പഠനരംഗത്തും പാഠ്യേതര വിഷയങ്ങളിലും അതുപോലെ എഴുത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും മറ്റു കലാസാഹിത്യ മേഖലയിലുമൊക്കെ തന്നെ ഉന്നതമായ നിലവാരമുള്ള, അതുപോലെ തന്നെ പ്രസിദ്ധീകരണ രംഗത്തും ദാർഹുദയുടെ സന്തതികൾ ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ അതുപോലെ വിദേശ രാജ്യങ്ങളിലെ ഉന്നത കലാലയങ്ങളിൽ, അന്തർദേശീയ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ തന്നെ തുടർ പഠനവും ഡോക്ടറേറ്റുമൊക്കെ നേടിക്കൊണ്ട് അറിവിൻ്റെ രംഗത്ത് ഉജ്ജ്വലമായ നേട്ടങ്ങളാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ അസാസിൻ്റെ ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അഭിനന്ദനായ ശശി തരൂർ ജി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഈ സംഗമം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ദാറുൽ ഹുദ നമ്മുടെ വിശിഷ്ടാതിഥി ശശി തരൂർ സാർ അവർക്ക് കാണാനും പരിചയപ്പെടാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നത് നമ്മുടെ ദീർഘകാലത്തെ അഭിലാഷമാണ്. ഇന്നാണ് അതിന് മുഹൂർത്തം തെളിഞ്ഞത് എന്ന് മാത്രം സമാശ്വസിക്കുകയാണ്. 38 വർഷമായി ദാറുൽ ഹുദ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നുമുള്ള പഠിതാക്കൾക്ക് ധാർമ്മികവും ആത്മികവും ഭൗതികവും മതേതരവുമായ വിദ്യാഭ്യാസം സമന്വയിച്ച് നൽകുന്ന ഒരു സംവിധാനം. ദാറുൽ ഹുദയുടെ സന്തതികൾ പൊതുസമൂഹത്തിന് ബഹുമുഖമായ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവകളിലൊക്കെ ദാറുൽ ഹുദയുടെ സന്തതികൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ ഹുദവികൾ അധ്യാപകരായുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നീ 5 വൻകരകളിലും ഹുദവികൾ സേവനം ചെയ്യുന്നുണ്ട്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടി US-ൽ പഠനത്തിന് പോയി പൂർത്തിയാക്കി വരും. ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഹുദവികളുടെ കൂട്ടത്തിലുണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളിലെ വ്യത്യസ്തമായ സെമിനാറുകളിൽ സംബന്ധിച്ച് പേപ്പർ സബ്മിഷൻ നടത്തിയ ഒട്ടേറെ ഹുദവികളുണ്ട്. കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളെ മാത്രം ചേർത്തുകൊണ്ടുള്ള ഒരു സ്ഥാപനം ദാറുൽ ഹുദയുടെ ക്യാമ്പസിനകത്ത് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 10-15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അധ്യാപന മീഡിയം ഉറുദുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങളുടെ പൊതുഭാഷ ഉറുദു എന്ന നിലക്കാണ് ആ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ കേരളത്തിന് പുറത്ത് കർണാടക, ആന്ധ്ര, വെസ്റ്റ് ബംഗാൾ, ആസാം എന്നീ 4 സംസ്ഥാനങ്ങളിൽ ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസുകൾ പ്രവർത്തിച്ചു വരുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിൽഡിംഗ് നിർമ്മാണവും ദാറുൽ ഹുദയാണ് നടത്തിയത്. ഗുരുനാഥന്മാർക്ക് അവിടെ ശമ്പളം കൊടുക്കുന്നത് ദാറുൽ ഹുദയാണ്. അവിടുത്തെ വിദ്യാർത്ഥികളുടെ ദൈനംദിന ചെലവുകൾ നിർവഹിക്കുന്നത് ദാറുൽ ഹുദയാണ്. ഇങ്ങനെ സൗജന്യമായി പൂർണ്ണമായും സൗജന്യമായ വിദ്യാഭ്യാസമാണ്. അവിടങ്ങളിൽ മാത്രമല്ല, ഇവിടെയുള്ള ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികൾക്ക് ദാറുൽ ഹുദ ഈ സൗജന്യ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ ഏത് മേഖലയിലും സൃഷ്ടിപരമായി സേവനങ്ങൾ ചെയ്യാൻ അനുയോജ്യരായ, കഴിവുള്ള, സാമർഥ്യമുള്ള
നേതൃഗുണങ്ങളുള്ള ഒരു പുതിയ തലമുറയെ തയ്യാറാക്കുകയാണ് ദാറുൽ ഹുദയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലുമൊക്കെ അധ്യാപനം നടത്തി, ഹിന്ദിയിലുമൊക്കെ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പണ്ഡിതന്മാർ ദാറുൽ ഹുദയിൽ നിന്ന് പുറത്തിറങ്ങി ഇന്നവരാ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമൊക്കെ വ്യത്യസ്ത മേഖലകളിൽ സേവനം ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥാപനമാണ് ദാറുൽ ഹുദ എന്ന് വളരെ ചുരുക്കി ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. സമയം വൈകിയതുകൊണ്ട്, വേറെ പരിപാടികളിൽ വ്യാപൃതനായി എത്തിച്ചേരാൻ വൈകിയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് ശശി തരൂർ സാർ അവർ നിങ്ങളുമായി ഹ്രസ്വമായി അഭിമുഖ സംഭാഷണം നടത്തും. പിന്നീട് നിങ്ങളുമായുള്ള ഇൻ്ററാക്ഷനാണ് പ്രധാന പരിപാടി. എല്ലാം മംഗളമാകട്ടെ എന്ന് ആശംസിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട ഗസ്റ്റ് അതിഥിക്കും മറ്റ് ഇ.ടി. ബഷീർ MP, മജീദ് സാഹിബ് MLA തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള ഉന്നതരായ വ്യക്തികൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പാർലമെൻ്റ് അംഗം ഇ.ടി. മുഹമ്മദ് ബഷീർ ഈ സദസ്സിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട തങ്ങളവകൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങളവകൾ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ശശി തരൂർ, നമ്മുടെ MLA മജീദ് സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, വൈസ് ചാൻസലർ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ഇവിടെയുണ്ട്. സമയത്തിൻ്റെ ഒരു ചുരുക്കമായതുകൊണ്ട് അതൊന്നും ദീർഘിച്ച് പറയുന്നില്ല. കാരണം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപൂർവമായൊരു ഭാഗ്യമാണ്. ശ്രീ ശശി തരൂരിൻ്റെ ഒരു പ്രോഗ്രാം കിട്ടാൻ വേണ്ടി ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്ക് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരു ഭാഗ്യമാണ് ഈ സ്ഥാപനത്തിൻ്റെ അദ്ദേഹത്തിനോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ടാകുന്നത് വളരെ വളരെ ശ്രദ്ധേയമായൊരു സംഗതിയായതുകൊണ്ട് അതിനു മുമ്പിൽ ഒരു തടസ്സമെന്നുള്ള നിലയിൽ സംസാരിക്കുന്നില്ല. ഞാൻ ആദ്യമായി എൻ്റെ ഈ പാർലമെൻ്ററി മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കൂടി ഹാർദവമായിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ സ്ഥാപനത്തെപ്പറ്റി അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അറിവുള്ളവർ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ, വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഈ കിട്ടിയ അറിവില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോഡക്ട്സാണ് ശരിക്കും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരുപാട് കൊല്ലമായി ഞങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വൈസ് ചാൻസലറുടെ കൂടെ തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളം ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. വിവിധ ഭാഷകൾ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് റിലീഫ് പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കുവച്ച് ഈ കുട്ടികൾ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 5 or 6 ക്യാമ്പസുകൾ ഇന്ത്യയിലാകെ ഇവർക്കുണ്ട്. ഇതെല്ലാം തന്നെ നന്മ പ്രസരിപ്പിക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളാണ്. യാതൊരു സംശയം വേണ്ട, ഈ യൂണിവേഴ്സിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെൻഡ് സെറ്ററാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം സാധാരണ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സ്ഥാപനമായി ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തോടൊപ്പം അല്പസമയം നിങ്ങളുമായി കൂടി ഇരുന്ന് സംസാരിക്കാൻ കൂടി അവസരമുണ്ടാകുന്നതിലുള്ള സന്തോഷം മാത്രം ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നാം പോകുന്നില്ല. ശ്രീ ശശി തരൂർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ലോക നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ട്. രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രാമുഖ്യം മാത്രമല്ല, പ്രസരിപ്പ് മാത്രമല്ല, ചിയർഫുൾനെസ് എന്ന അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റ് സാധനങ്ങൾ മാത്രമല്ല, അദ്ദേഹം ശക്തനായ ഒരാളാണ്. ബോൾഡസ്റ്റ് പൊളിറ്റീഷ്യൻ. അദ്ദേഹത്തിന് ആരെയും പേടി, ഫ്രീ ആൻഡ് ഫിയർലെസ്. അതാണ് ശ്രീ ശശി തരൂരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ആരുടെ മുഖത്ത് നോക്കിയും കാര്യങ്ങൾ പറയാനുള്ള സംഗതി. ശശി തരൂർ പാർലമെൻറ്റിൽ സംസാരിക്കാൻ എഴുന്നേറ്റുന്നാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിൻ ഡ്രോപ്പ് സൈലൻ്റായി പാർലമെൻറ്റ് അദ്ദേഹത്തെ കേൾക്കാൻ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനത്തെ മഹത് വ്യക്തി ഇരിക്കെ മറ്റ് ഒരു തടസ്സമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ നേരുന്നു, ദീർഘായുസ് നേരുന്നു, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ. നമ്മുടെ സ്ഥാപനം ഇന്ന് ഉയർന്നു വന്നതിനേക്കാൾ എത്രയോ ഉയരത്തിൽ മുന്നോട്ട് പോകാനും ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബഹുവന്യരായ നിയമസഭാംഗം KPA മജീദ് സാഹിബ് സദസ്സിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ മുഖ്യാതിഥിയുമായി ഇൻട്രാക്ഷനും സംസാരം കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആശംസ അർപ്പിക്കുകയാണ്. ബഷീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കാണ് ശശി തരൂർ സാറിന് ക്ഷണിച്ചെങ്കിൽ ഞാൻ നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയെ പറ്റിയാണ്. ഇല്ലെങ്കിൽ ബഷീർ ക്ഷണിച്ച് ഞാൻ ക്ഷണിച്ചില്ല എന്ന് പരാതി ഉണ്ടാവും, ഒഴിവാക്കാനാണ്. അതുകൊണ്ട് ഉദവികൾ എവിടെ ചെന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സവിശേഷതയുണ്ട്. അതവർ അടയാളപ്പെടുത്താറുണ്ട് എല്ലായിടത്തും. അത് ഭംഗിയായി നിർവഹിക്കാൻ അവർ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ശശി തരൂർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിലവിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം MP ആണ്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം അതുപോലെ വിദേശകാര്യം ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. സർവോപരി കോഫി അന്നൻ്റെ കീഴിലുള്ള UN അണ്ടർ സെക്രട്ടറി പദവി അദ്ദേഹം അലങ്കരിച്ചിരുന്നു. വളരെ സിഗ്നിഫിക്കൻ്റായ 3 ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയ പുസ്തകങ്ങൾ, എൻ എറ ഓഫ് ഡാർക്ക്നെസ്, ഇൻഗ്ലോറിയസ് എംപയർ, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ പോലെയുള്ള പുസ്തകങ്ങൾ. വളരെ സമാധാന പ്രവർത്തകനും അതുപോലെ അഭയാർത്ഥി സേവകനും 30 വർഷത്തെ ഉന്നതമായ സേവനം ചെയ്ത ഡിപ്ലോമാറ്റുമായി അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. 1994 ഒക്ടോബറിൽ രൂപീകരിച്ച അസാസ് ട്രൈസനേറിയം ആഘോഷവേളയിൽ ഞങ്ങളുടെ വിളി കേട്ടെത്തിയതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. അഭിസംബോധന ചെയ്യാൻ വേണ്ടി സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു. വലിയ നന്ദി. പ്രൊഫസർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഇന്നത്തെ അധ്യക്ഷനും നിങ്ങളുടെ വൈസ് ചാൻസലറും, ശ്രീ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഉദ്ഘാടകൻ, എൻ്റെ പാർലമെൻറ്റിനൊപ്പം പ്രവർത്തിക്കുന്ന സുഹൃത്തായ കുറേ വർഷങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് പാർലമെൻറ്റിൽ, ശ്രീ ടി മുഹമ്മദ് ബഷീർ, നിയമസഭയിലത്തെ അംഗവും നമുക്ക് വേണ്ടി ചുരുങ്ങിയ വാക്ക് നല്ല വാക്ക് പറഞ്ഞ ശ്രീ KPA മജീദ്. ഞാൻ ഡൽഹിയിൽ ആദ്യം പരിചയപ്പെട്ട, പിന്നെ ഡൽഹിയിലും മലപ്പുറത്തും കുറേ തവണ കാണാൻ സാധിച്ച MSൻ്റെ നേതാവായ അഹമ്മദ് സാജു, നമ്മളെല്ലാവരോടും ഇത്ര നല്ല വാക്കിൽ സ്വാഗതം പറഞ്ഞ ശ്രീ ഷാഫി ഹാജി, ഇവിടെ ഇരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, വേദിയിൽ പലവരുമുണ്ട്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് എന്നോടൊരു പ്രസംഗം ചെയ്യാനല്ല ആവശ്യപ്പെട്ടത്. അവരെല്ലാവരും പറഞ്ഞു നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഇൻറ്ററാക്ഷനാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ള വിഷയങ്ങളും ചോദ്യങ്ങളും അതനുസരിച്ചിട്ട് ഞാൻ നിങ്ങളെ കേട്ടിട്ട് മറുപടി പറയാനാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഞാൻ 2 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ ആദ്യം പറയാനുള്ളത് നമ്മുടെ അൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ 30ാമത്തെ വാർഷിക. ഞാനിവിടെ കണ്ടു, നല്ലൊരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കും, ട്രൈസെനേറിയം. എനിക്കെന്നെ ചെക്ക് ചെയ്യേണ്ടി വന്നു, എന്താണ് ട്രൈസെനേറിയം. ഞാൻ ട്രൈസെൻറ്റിനറി കേട്ടിട്ടുണ്ട്. ട്രൈസെൻറ്റിനറി 300 വർഷവും ട്രൈസെനേറിയം 30 വർഷമാണെന്ന് ഇന്നേ ഞാൻ പഠിച്ചുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ ടീച്ചിങ് മീ സംതിങ്. അല്ല, പക്ഷേ അത് ഒരു പാഠമാണ്. നിങ്ങളെല്ലാവർക്കും എപ്പോഴും അറിയണം, നമ്മുടെ ജീവിതം മുഴുവൻ പഠിക്കാൻ ഒരു അവസരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആരും എപ്പോഴും ഈ യൂണിവേഴ്സിറ്റിയുടെ സദസ്സ് വിട്ട ശേഷം കൂടി, യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂംസ് വിട്ട ശേഷം കൂടി നമ്മളുടെ മനസ്സ് തുറന്നിട്ട് നമ്മൾ പഠിഞ്ഞുകൊണ്ടിരിക്കണം. പഠിപ്പ് ശരിക്ക് ലേണിംഗ് നെവർ സീസസ്. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് പഠിച്ച് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു ദിവസം ഒരു പുതിയൊരു വാക്കായിരിക്കും, വേറൊരു ദിവസം ഒരു പുതിയ ചിന്തിക്കുന്ന ഒരു രീതിയും കൂടിയാവാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങളെല്ലാവരും അൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ 10-30 വർഷമായിട്ട് ദാറുൽ ഹുദയുടെ എല്ലാ വിദ്യാർത്ഥികളുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടി
സർഗാത്മക വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുമാത്രമല്ല ASAൻ്റെ പ്രവർത്തനം അക്കാഡമിക് മേഖലയിലും കലാമേഖലയിലും സാംസ്കാരിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും സാഹിത്യത്തിലും സ്പോർട്സിലും എല്ലാറ്റിലും ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ശരിക്കും ഒരു വലിയൊരു കാര്യമാണ്. യു ആർ ആൻ എക്സാമ്പിൾ ടു അസ് ഓൾ. അപ്പോൾ നിങ്ങളിങ്ങനെ പുതിയ പ്രോഗ്രാംസ് കണ്ടുപിടിച്ചിട്ടും എല്ലാ വിധത്തിലും ദാറുൽ ഹുദ വിദ്യാർത്ഥികളെ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കാനും ഓരോരോ കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നതിന് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾക്ക് വേണ്ടി ഇനിയും എൻ്റെ എല്ലാ ആശംസകളും. ASAൻ്റെ ട്രൈസനേറിയം നമ്മൾ മാറി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹം. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രമേ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഒന്ന്, നമ്മുടെ രാജ്യം അനുഭവിക്കുന്നത് ഒരു ചാലഞ്ചിങ് ടൈമാണ്. നമ്മൾക്ക് 10, 8, 9 വർഷമാണ് ഒരു പുതിയൊരു ഭരണം വന്ന ശേഷം നമ്മളുടെ ഭാരതത്തിൻ്റെ മുഖചരിത്രത്തെ മാറ്റുന്ന ഒരു ഭരണമാണ് ഡൽഹി നമുക്കുള്ളത്. അത് ഒരിക്കലും പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ ചരിത്രം, നമ്മളുടെ സ്വഭാവം, നമ്മളുടെ സ്വന്തം നേച്ചർ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അത്ര എളുപ്പം, പ്രത്യേകിച്ച് നമ്മളുടെ മുസ്ലിം സമുദായത്തിനും ചിലപ്പോൾ വേറെ ന്യൂനപക്ഷ സമുദായത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഇന്നാൾ ക്രിസ്മസ് സമയത്ത് ക്രിസ്ത്യൻ പള്ളികളിലും ആക്രമണമൊക്കെ ഉണ്ടായെന്ന് വായിക്കുമ്പോൾ ഇതൊക്കെ ദുഃഖം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതായിരുന്നില്ല ഭാരതം. ഞാൻ വളർന്ന ഭാരതത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കലും ഒരുമിച്ച് ഒരേ സ്വപ്നം കാണലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യമായി. ഞാൻ എൻ്റെ ക്ലാസ് റൂമിലും എൻ്റെ വീട്ടിലും എത്ര ഫ്രണ്ട്സ് കളിക്കാൻ വന്നു, എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും അവർ ജാതിയോ മതത്തിനെ കുറിച്ചൊരു കമൻ്റ് അടിച്ചില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ മുസ്ലിംസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, പാർസീസ് ഉണ്ടായിരുന്നു, ബോംബെ ആയിരുന്നു. അപ്പോൾ ആ കാലത്ത് സിഖ് കുട്ടികളുണ്ടായിരുന്നു, ജൂയിഷ് ഒരു കുട്ടി എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇതെല്ലാവരെയും നമ്മൾ കണ്ട് ഒരുമിച്ച് കളിച്ച് മനുഷ്യന്മാരായിട്ട് കാണുന്നതാണ് നമ്മൾക്ക് അത്യാവശ്യം. ഭാരതത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും അത് ഓർക്കണം. നിങ്ങൾ ഇസ്ലാമിക് സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും കൂടിയാണെങ്കിലും നിങ്ങൾ നല്ല മുസ്ലിംസായി വളർന്നോളൂ. പക്ഷേ മറ്റേവരുടെ വിശ്വാസങ്ങളും മറ്റേവരുടെ ജീവിതവും നമ്മൾ അതുപോലെ ബഹുമാനം കാണിക്കണം. അവരുടേത് നമ്മളും ബഹുമാനം പ്രതീക്ഷിക്കാനുള്ള അവകാശമാണ്. അപ്പം നിങ്ങളുടെ വിശ്വാസത്തിനും നിങ്ങളുടെ പ്രവർത്തനത്തിനും നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യു ആർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് റെസ്പെക്റ്റ്. പക്ഷെ അതുപോലെ യു ഷുഡ് ഓൾസോ ഗിവ് റെസ്പെക്റ്റ് ടു അതേഴ്സ്. അങ്ങനെ മാത്രമായിട്ട് നമ്മളുടെ ഈ രാജ്യത്തിൽ മര്യാദയോടെ ഒരിക്കൽ ജീവിക്കാൻ സാധിക്കും. ഇത് ഞാൻ ഇന്ത്യ മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ഹിന്ദുമത വിശ്വാസികളുടെ ചില സംസാരം കാണുമ്പോൾ എനിക്ക് ഒരു ദുഃഖവുമുണ്ട്, ഒരു ഭയവുമുണ്ട്. ദുഃഖം കാരണം അത് ശരിക്ക് ഹിന്ദു മതത്തിൻ്റെ ചിന്തിക്കുന്ന രീതിയല്ല ചിലവർ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരേ സമയത്ത് ഒരു ചെറിയൊരു ഭയമുണ്ട്. കാരണം അവരിങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ആൾക്കാരുടെ മനസ്സിനെ മാറ്റിയാൽ ഭാരതത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ആ ഭാവിയെ നന്നാക്കാനും ഈ ഭയത്തിനെ മാറ്റാനും നമ്മളെല്ലാവരും ശക്തമായി നിൽക്കണം. ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ നമുക്ക് വേണ്ടത്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ഭാരതം. ഏത് മതമായാലും ഏത് ജാതിയായാലും ഏത് ഭാഷയായാലും ഏത് സംസ്ഥാനത്തിൽ ജനിച്ച് വളർന്നവരാണെങ്കിലും ഏത് സംസ്ഥാനം ജീവിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിലും ഇതൊന്നും പ്രശ്നമാകാൻ പാടില്ല. നമ്മൾ ഭാരതീയ പൗരനാണെങ്കിൽ നമ്മളെല്ലാവർക്കും ഒരേ അവകാശമുണ്ട്. ഈ രാജ്യത്തിൽ ഒരേ രീതിയിൽ ജീവിക്കാനുള്ള പൂർണ്ണ ധൈര്യം നമുക്കുണ്ടാകും. ഒരു അവസാനത്തെ ഒരു ചെറിയ പോയിന്റ് കൂടി പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. നിങ്ങളുടെ കോമൻസും ചോദ്യങ്ങളും ചോദിക്കാൻ. അതെന്താണ്, നിങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോകുന്നു. 38 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഇനിയും പല വിധത്തിൽ മുന്നോട്ട് പോയി കാര്യങ്ങൾ ചെയ്യാൻ ഈ സംസ്ഥാനത്ത് മാത്രമല്ല വേറെ സംസ്ഥാനങ്ങളിലും വേറെ രാജ്യങ്ങളും കൂടി പോയിട്ടുണ്ടെന്നാണ് വൈസ് ചാൻസലർ എന്നെ സൂചിപ്പിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും നടക്കുമ്പോൾ remember the strength of Kerala and of the education you have had here. കേരളത്തിൻ്റെ ഒരു ഗുണം എൻ്റെ അഭിപ്രായത്തിലാണ് നമ്മളുടെ ചരിത്രത്തിൽ നമ്മൾ എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരെയും അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്.
വടക്കൻ ഭാരതത്തിൽ ചില രാഷ്ട്രീയ വിശ്വാസികൾ ഇസ്ലാമിനെ ഒരു വാളെടുത്ത് വന്ന ഒരു മതത്തിനെ മാത്രമായി കാണുമ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയും, അങ്ങനെ വിചാരിക്കരുത്. കേരളത്തിൽ ഞങ്ങളുടെ ചരിത്രം അതല്ല. അറബ് രാജ്യങ്ങളിൽ നിന്ന് പല നൂറ്റാണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന് ട്രേഡും കോമേഴ്സും ഒക്കെ കപ്പലത്തിൽ കൊണ്ടുവന്നിട്ടും വിറ്റിട്ടും വാങ്ങിയിട്ടും ഇവിടെ താമസിച്ചിട്ടുമുള്ള വ്യക്തികൾ ഇസ്ലാം അറബ് പെനിൻസുലയിൽ ജനിച്ചപ്പോൾ ആ സന്ദേശം സമാധാനത്തോട് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ കേട്ടത്. കേരളത്തിൽ ഞങ്ങളുടെ ചരിത്രത്തിൽ ഇസ്ലാമിനെ കാണുന്നത് ഒരു സമാധാനത്തിൻ്റെ ഒരു മതമായിട്ടാണ്. അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ എളുപ്പമല്ലെങ്കിലും അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അവർ വിചാരം അവർ അറിയപ്പെടുന്ന ഒരു ചരിത്രം, അവർ വായിക്കുന്ന, കേൾക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ. ഒന്നാം കാര്യം, ആ ചരിത്രം ഒരു ഭയങ്കര പാർഷ്യൽ ചരിത്രമാണ്. രണ്ടാമത്തത്, അത് ശരിക്കും എല്ലാവരെയും അനുഭവമായിരുന്നില്ല. അതേപോലെ അവർ വിചാരിക്കുന്നു ക്രിസ്ത്യാനിറ്റി വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒപ്പമാണ്. അതും വാളും ക്യാനൻസും കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ രാജ്യത്തിൽ അവരെ എത്തിച്ചേർത്തത്. ഞാൻ പറയും, ഏത് ബ്രിട്ടീഷുകാരനും ഏത് യൂറോപ്യനും ക്രിസ്ത്യൻ ആവണം മുമ്പ് തന്നെ ക്രിസ്ത്യാനിറ്റി നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കേരളക്കാർ ക്രിസ്ത്യൻ മതത്തിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ബ്രിട്ടീഷുകാരനും ക്രിസ്ത്യൻ ആയിരുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് കാണുന്ന ഒരു ചരിത്രമാണ്. അതാണ് നമ്മളുടെ ശക്തി, അതായിരിക്കണം നമ്മളുടെ സന്ദേശം ഭാവിയിൽ. ഈ സംസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് നമ്മുടെ സാമൂതിരി രാജാവിനെ കാണാൻ പോകണം. അദ്ദേഹത്തിൻ്റെ ഒരു മുമ്പിലുണ്ടായിരുന്ന ഒരു സാമൂതിരി ഒരു സമയത്ത് കുഞ്ഞാലി മറിക്കാറിൻ്റെ കപ്പൽ സെയിൽ ചെയ്യുന്ന കഴിവ് കണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന് തലയിൽ കയറിയ ഒരു ഐഡിയ, മുസ്ലിംസിന് മാത്രമേ സെയിലിംഗ് ചെയ്യാൻ അറിയുള്ളൂ, കപ്പലിനെ നയിക്കാൻ അറിയുള്ളൂ. അപ്പം അദ്ദേഹം ഒരു കാലത്ത് ഒരു ഡിഗ്രി നടത്തി എല്ലാ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ഒരു കുട്ടിയെ, ഒരു അംഗത്തിനെ മുസ്ലിമായിട്ട് വളർത്തണം. കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ നേവിയിലെ കപ്പൽ നടത്താൻ നമ്മൾക്ക് ആൾക്കാരുണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഇതൊക്കെ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ നബി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ഒരു ഹിന്ദു രാജാവുടെ ചെറുവൻ പെരുമാൾ, അദ്ദേഹം ഈ ഇസ്ലാമിൻ്റെയും നബിയുടെയും സന്ദേശം കേട്ടിട്ട് വലിയ ഇൻട്രസ്റ്റഡായി, വലിയ താല്പര്യം കാണിച്ചു. ഞാൻ അദ്ദേഹത്തിനെ പോയി കാണാൻ പോകണമെന്ന് പറഞ്ഞ് കപ്പൽ കയറി അറബ് രാജ്യങ്ങളിൽ പോയി. അദ്ദേഹത്തിനെ കണ്ടു എന്നാണ് കഥ. പക്ഷെ അദ്ദേഹം അവിടെ തന്നെ അന്തരിച്ചു, തിരിച്ചു വന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോയതിൻ്റെ തെളിവ് അദ്ദേഹം എഴുതിയ കത്തുകളും മാത്രമല്ല, ഇപ്പൊ കൂടി കേരളത്തിൻ്റെ നാളികേര മരങ്ങൾ ഇന്നത്തെ രാജ്യത്തിൽ ഒമാനിൻ്റെ സലാലയുടെ അടുത്ത് വളരുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കപ്പലിൽ കൊണ്ടുപോയ നാളികേരമാണ് അവിടെ അവർ കുഴിച്ചിട്ട് മരമായത്. കാരണം അറബ് പെനിൻസുലയിലൊക്കെ പിന്നെ നാളികേരമില്ലല്ലോ. പക്ഷെ കേരള കോക്കനട്ട് ട്രീസ് ആർ ഗ്രോയിങ് നിയർ സലാല ഇൻ ഒമാൻ because Kerala king wanted to learn more about Islam and went to Oman with these trees, with these coconuts, with these seeds. അപ്പം ഇങ്ങനെ എല്ലാം സ്വീകരിക്കാനും എല്ലാറ്റിനെയും കുറിച്ച് പഠിക്കാനും എല്ലാവരെയും ഒന്നായി കാണാനും എല്ലാവരെയും ഒരുമിച്ച് ജീവിക്കാൻ വളർത്തിയ ഒരു കേരളം, ഇതിൽ നമ്മൾ ഒരിക്കലും ക്രോധവും വിദ്വേഷവും ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മൾ കേരളത്തിൽ വിട്ടുപോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സന്ദേശം ഇതന്നെ ആയിരിക്കണം. നിങ്ങൾ കേരളത്തിൽ പഠിക്കൂ എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന്. ഞങ്ങൾ നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിലവരോട് പറയാം. അത് നിങ്ങളോട് പോയിട്ട് ശണ്ടപണയും പറയാമല്ലോ ആൾക്കാരോട്. പക്ഷെ നിങ്ങൾ ഓരോരോ സംസ്ഥാനത്ത് പോകുമ്പോൾ കാണും, പല അന്യായങ്ങളും കാണും. പത്രം വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാം പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസാണ്, നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യത്തെ ഒളിക്കാൻ ആവശ്യമില്ല. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ സമാധാനവും സ്നേഹവും മാത്രമല്ല, നമ്മുടെ ഒരു ഉദാഹരണമാണ്. കേരളം ഒരു മാതൃകയാണ്. കേരളം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അത് കണ്ടിട്ട് അവരും പഠിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ രണ്ട് ചെറിയ പോയിന്റ് മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിച്ചതാണ്. നമ്മുടെ
ഈ ചടങ്ങ് ഒരു ഇൻ്ററാക്റ്റീവ് സെഷനായി നടത്താമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവർക്കും എത്ര ഒരു 5-6 പേർക്കെങ്കിലും ചോദ്യമോ കമൻറ്റോ ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാനും നിങ്ങൾക്ക് മറുപടി പറയാനും തയ്യാറാണ്. അത് മാത്രം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എന്നെ സ്വീകരിച്ചതിനും എന്നെ എത്ര സ്നേഹത്തോടെ എത്ര നല്ല വാക്കോടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ഒരിക്കലും കൂടി എൻ്റെ ആത്മാർത്ഥമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സദസ്സിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അതിനു മുമ്പ് ഓണറബിൾ ശശി തരൂർ സാറിനുള്ള മെമൻറ്റോ സമർപ്പണം നടക്കുന്നുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സെക്രട്ടറി ദാറുൽ ഹുദയുടെ ഭാഗത്തു നിന്നുള്ള മെമൻറ്റോ ശശി തരൂർ സാറിന് സമർപ്പിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. മെമൻറ്റോ കൈമാറുന്നത് ഡോക്ടർ UVK മുഹമ്മദ് സാറാണ്. അടുത്തതായി അസാസ് സമർപ്പിക്കുന്ന മെമൻറ്റോ കൈമാറുന്നതിന് വേണ്ടി അസാസ് സെക്രട്ടറി ഷഫീഖ് ചെറുമുക്കിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ദാറുൽ ഹുദ സ്റ്റുഡൻസ് യൂണിയൻ മെമൻറ്റോ സമർപ്പിക്കുന്നു. DSU പ്രസിഡന്റ് ഷഹബാസ് അഹമ്മദിനെ സമർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫീസ് ഓഫ് സ്റ്റുഡൻസ് വെൽഫെയറിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹാപ്പിനെസ് ക്ലബിൻ്റെ ലോഗോ പ്രകാശനമാണ് നിർവഹിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഡോക്ടർ ശശി തരൂർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി അസാസ് ട്രൈസനേറിയം ലോഗോയുടെ പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് ശശി തരൂർ സാറിന് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. ഇൻ്ററാക്ഷൻ സെഷൻ ആരംഭിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. Right. अगर किसी को हिंदुस्तानी में पूछना है या if anyone wants to ask in English or Malayalam or even French, you're most welcome to do so.
ഞാൻ ചോദിക്കാൻ ആ സ്പീക്കറിൻ്റെ അടുത്ത് നിന്നാണ് ഡിസ്റ്റർബൻസ് വരുന്നത്. കുറച്ചും കൂടി ബാക്കിൽ പോയായിരിക്കും. റൈറ്റ്, പറയും. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിന് ഇംഗ്ലീഷ് ടേം ഫീഡ്ബാക്ക് ആണ്. ഐ എം ആസ്കിംഗ് ഫോർ ഫീഡ്ബാക്ക് ഫ്രം യു, ബട്ട് ഐ എം ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ സൗണ്ട് സിസ്റ്റം. പറയൂ. ഓക്കെ, ഈ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് കൊളോണിയൽ എപ്പിസ്റ്റമൈഡ് ഒരു വിഷയമാക്കി സംസാരിക്കുന്ന ആളാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മുന്നേ നിങ്ങൾ ജയസായി ദീപക്കും ഒരു ഡിബേറ്റ് നടന്നിരുന്നു. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൽ നിങ്ങൾ ഡയാനക്കിൻ്റെ ഒരു പുസ്തകം കോട്ട് ചെയ്ത സമയത്ത് ജയസായി ദീപക്ക് സിമ്പിളായിട്ട് റിട്ടാലിയേറ്റ് ചെയ്തു. ഹവാർഡിലിരിക്കുന്ന ഒരാൾ ഇന്ത്യനെ കുറിച്ചൊരു ഡാറ്റ പറഞ്ഞത് ഞാൻ സ്വീകരിക്കില്ല. അപ്പോൾ ഏതർത്ഥത്തിലാണ് ഈ ഡീകൊളോണലൈസേഷൻ ഇന്ത്യൻ അക്കാദമിക് സ്ഫിയറുകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഭയങ്കരമായ റാഡിക്കൽ ഡീകൊളോണൈസേഷൻ, ഏതർത്ഥത്തിലുള്ള ഡീകൊളോണൈസേഷൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അറിയാൻ വേണ്ടിയാണ് താല്പര്യം. നോക്കൂ, നമ്മുടെ മനസ്സിനെ ഡീകോളനൈസ് ചെയ്യണമെന്ന് ഞാൻ എതിർക്കുന്നില്ല. കാരണം അവരും അവരുടെ കോളനൈസേഷൻ പ്രോജക്റ്റിൽ ഉദ്ദേശിച്ചത് നമ്മളുടെ മനസ്സിൽ ഒരു ഐഡിയ വരണം, അവരുടെയാണ് സുപ്പീരിയർ സിവിലൈസേഷൻ, അവരുടെ എഴുത്ത്, അവരുടെ സാഹിത്യം, അവരുടെ ചരിത്രം, അവരുടെ ആർട്ട് എല്ലാം നമ്മളുടെ രാജ്യത്തേക്കാട്ട് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആണ്, ലോകപ്രസിദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ മാറ്റാൻ ശ്രമിച്ചു. അതെല്ലാം സത്യം തന്നെ. പക്ഷേ നമുക്ക് നമ്മളുടെ സ്വന്തം നാടിനെക്കുറിച്ച് അഭിമാനത്തോട് ജീവിച്ചാൽ കൂടി ഒരു തുറന്ന മനസ്സോട് മറ്റേ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓപ്പൺനെസ് കാണിക്കുന്നതിന് ഒരു തെറ്റും കാണിക്കുന്നില്ല. മഹാത്മാഗാന്ധി തന്നെ ഒരു 80 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് പറഞ്ഞ ഭാരതം ഒരു വീടായിരിക്കണം, എല്ലാ ജനലും വാതിലും തുറന്നൊരു വീട്. ഇപ്പം ലോകത്തിൻ്റെ കാറ്റുകൾ ഈ വീടിൻ്റെ അകത്ത് വരട്ടെ, പക്ഷേ ഐ മസ്റ്റ് ബി ഫേം ഇനഫ് ടു സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ് ആൻഡ് നോട്ട് ബി ബ്ലോൺ അവേ ബൈ ദോസ് വിൻഡ്സ്. നമ്മൾ ഈ ജനലും വാതിലും ഒക്കെ അടച്ചിട്ട് നമ്മൾക്ക് ഒരൊറ്റ രീതിയേ ഉള്ളൂ ചിന്തിക്കാനും സംസാരിക്കാനും വിചാരിച്ചാൽ നഷ്ടം നമ്മുടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ ഹാർവർഡിൽ പറയുന്നത് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നു, ഞാൻ ഹാർവർഡിനെ അറിയുന്നൊരു വ്യക്തിയാണ്. ഹാർവർഡിൽ നല്ലപോലെ സീരിയസ് ആയി പഠിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരുമുണ്ട്. നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അഥവാ അവർ നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടും പഠിച്ചിട്ടും ചില കാര്യങ്ങൾ എഴുതിയാൽ അതിനെ നമുക്ക് നമ്മളുടെ അറിവ് പ്രകാരം അത് തെറ്റല്ലെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കുക, ബഹുമാനിക്കുക. അഥവാ നമ്മളുടെ അറിവ് പ്രകാരം നമ്മൾക്ക് വേറെ ഫാക്ട്സ് ഉണ്ട്, ഈ ഹാർവർഡുകാർ കണ്ടുപിടിച്ച് ഉപയോഗിക്കാത്ത ഫാക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാം, സോറി, നിങ്ങൾ തെറ്റിലാണ്. അതാണ് അക്കാഡമിക് ഫ്രീഡമിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഡയനക്ക് എഴുതിയ ഒരു വാചകത്തിന് എതിര് പറഞ്ഞിട്ടില്ല. എന്താ തെറ്റ്, എന്താ മിസ്റ്റേക്ക് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് അവർക്കിത് മനസ്സിലാക്കിക്കൂടാ? ദാറ്റ് വെൻ ദേ ആർ ടെല്ലിങ് യു സംതിങ്, യു ഷുഡ് ഓൾവേസ് ബി പ്രിപ്പയർഡ് ടു ലിസൺ ആൻഡ് ദെൻ യൂസ് യുവർ ഓൺ ജഡ്ജ്മെൻറ്റ്. ഈ ഡയനക്കിൻ്റെ സീക്രട്ട് ജിയോഗ്രഫി എന്ന് പറഞ്ഞൊരു ഐഡിയ, അത് ഒരു ഐഡിയ ആണ്, പല ഐഡിയാസും ഉണ്ടാവാം. പക്ഷേ ഇന്ത്യ ഒരു രാജ്യമാണ്, ഒരു സിവിലൈസേഷനാണ്, ഒരു ജനമാണെന്ന് എല്ലാ മതത്തിൻ്റെ ആൾക്കാരും വിശ്വസിച്ചു. മൗലാന അബുൽ കലാം ആസാദ് മക്കയിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അറബ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ആര് വന്നാലും, അദ്ദേഹം ഒരു തമിഴാവാം, ഒരു പഠാനാവാം, ഇന്ത്യയിൽ നിന്ന് ആരും അറബ് രാജ്യത്ത് വന്നാൽ അറബികളെല്ലാവരും അദ്ദേഹത്തിനെ ഒരു ഹിന്ദി ആയിട്ടാണ് കാണുന്നത്. ഈ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യത്തിൻ്റെ ഒരു നിവാസി. അപ്പം അവരുടെ മനസ്സിൽ ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് രാജ്യങ്ങൾ. അപ്പം ഇതൊക്കെ നടക്കുമ്പോൾ ഹിന്ദ് പറഞ്ഞ ഒരു സങ്കല്പം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് അത് ബ്രിട്ടീഷ് ഉണ്ടാക്കിയതാണെന്ന് പറയാനൊരു ആവശ്യമില്ല. ഹാർവർഡിൽ പഠിച്ചിട്ടല്ല ഇത് മൗലാന ആസാദ് മക്കയിൽ ജനിച്ചിട്ട് എഴുതിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. Hi, sir. Hi. Good afternoon.
Good afternoon. How are you? Not too bad, thank you. This is Narul SK from West Bengal, degree second year student in BA Political Science. Excellent. Sir, my question is, Muslims of India are identified in different spectrum of Indian politics. Leaders like Maulana Azad chose to work with Congress, while others like Qaeda Millat, Muhammad Ismail Saib chose to make an independent party. In the current circumstances, what would be the wise choice for Indian Muslim? Congress or an allied party like Muslim League? Thank you. That's a very interesting question, thank you. আপনি খুব ভালো করে বলেছেন। আপনার বাড়িতে বাংলা বলেন? আচ্ছা ভালো, very good, nice to see. So the question is not an easy one to answer because any answer would reflect my political preferences. So there are two schools of thought. There are those who say that it is the duty of all Muslims to resist certain extreme Hindutva ideas that are coming out of one particular political tendency. And in order to resist, what they need to do is to, thank you, is to strongly support the most viable opposition to that party. So what you see, for example, in UP is that many Muslims voted for Samajwadi Party because they thought they would be strong in opposing the BJP. In many other states, most Muslims vote for the Congress Party because they believe the Congress is the strongest alternative. And in your West Bengal, they voted for Trinamool because Trinamool is the strongest alternative. So that is one kind of approach. Another kind of approach says, no, we should have our own party that speaks only for the interests of our community. That was the stand, for example, of Asaduddin Owaisi in the IMIM party in Telangana. Now the advantage of that is to be representative of those people. But the negative side is, if Muslims sometimes vote for you and sometimes vote for someone else, they divide the vote and perhaps in the process facilitate the victory of the very people that both sets of people are speaking against. So if you have a strong Hindutva party and you have a strong secular party that gets Muslim votes, and then you have a Muslim party that takes away Muslim votes, then you could potentially end up in a situation where the effect of voting for your quote-unquote own party is to undermine the larger cause. Now in Kerala they found a different solution. In Kerala the solution is there is a strong Muslim party called the Muslim League, which is a party of the community but which believes in cooperation with other communities. And so they have entered into coalition arrangements with other parties. Currently it's with the Congress for the last 50 years, so that they will contest in areas where they are strong and they will support Congress candidates in areas where Congress is strong, and then together they will have, they hope, the ability to form the government. Now that's the compromise approach. So if, for example, Mr. Owaisi were to say, as long as you recognize my strength in some places, I will not undercut your vote in other places, then you have a formula that could work in other parts of India also. But right now that's not his stand. He prefers to contest against the other secular parties that are running in the quest for Muslim votes. And the result of that is sometimes that the party that both sides claim to be opposing is the party that wins because the Muslim vote has gone in two different directions. I hope that answer is the answer that you were expecting. Dhanyabad, khub bhalo laglo. Dhanyabad. Hi,
myself Fuzail Ahmed from Maharashtra. Acha, I'm sorry I don't speak Marathi. But thank you for your question. So my question to you is that campus politics has become one of the highly debated issues in Indian territory. We see we have been witnessing several death threats for the students for the past few decades when JNU is there. And AMU has been targeted for badly performing in various stages of development. But the problem is that what would be your opinion in this current scenario, which has become totally polarized? We have been dragged towards polarization. And what would be your stand to find a conclusive solution to this problem which has emerged over the past decades? See, here are a couple of different views. One view is that students are on campus to study and they should not get involved in politics. If they focus on studies, then they should be fine. The other view is that universities are places where young people are not only there to study, they're also growing up. And that's an age when they come of age, they're discovering their ideas, they're discovering what matters in life, they're discovering their own convictions, whether it's ideological convictions, religious convictions, political convictions, and so on. And therefore that it's natural that students should have the freedom to join even politically minded student unions and make the effort. Now, in this second view, you are seeing a lot of serious efforts being made to, shall we say, challenge the right of students to do that, because the administration has been given very strict instructions to curb their academic freedom. It may not even be that it's purely shall we say, political, it could even be purely ideological. For example, in JNU, the BJP government felt that there was too much of leftism or communism on campus and that should be curbed. Whereas in Kerala, I've had complaints from some religious leaders, not from your faith, telling me that in their campuses, they want more political freedom for everyone to form student bodies. Rather, they find that in their campus, only the SFI is allowed to function. And in fact, the SFI puts up signs saying this is an SFI campus, nobody else is allowed, and so on. And they say that is actually the opposite of political freedom, and I agree with that. That's really wrong. That should not be allowed to happen. So it's not an easy situation. One has to go case by case. I'm sure that in Darul Huda University, if anyone comes here and says they want to start an NSUI and a KSU and an ABVP and SFI and all of that, that probably the university would not allow them to do that. Am I right? So each university has its own culture, its own prevailing rules. But where it is permissible, it should be permissible for all. And I think students in any case cannot afford to be unconscious politically. I agree that the student's first duty is to his studies, but while studying, he should also form opinions about the society, about politics, about ways of going forward. And in that process, he should be somebody who can actually say, I don't agree with this and I do agree with that. Now, to say that, he must have the freedom to join an association or a body or a political union or whatever and take that stand. So my own view is that if you feel that you're being denied your freedom as an AMU student, for example, you should have the right to protest, and we outside should have the right to support you, as we do. We do support AMU students' rights and JNU students' rights. In fact, I went to the JNU campus after the so-called crackdown on the students there, and I spoke alongside Kanhaiya Kumar, and I said that as far as I was concerned, he had every right to stand up for his freedoms without being accused of sedition, as had just happened to him. So good luck. Thanks. One or two last, okay, two more. One and one more, and then we'll stop. Yeah. Hi, sir. Hi. It's me, Muhammad Aftab
from Calicut, degree last year student of this institution. Okay, hi. Sir, your linguistic prowess is something special. You have proficiency in multiple languages, English, Hindi, French, and you speak Malayalam. We too, here we learn 4 languages, Arabic, English, Urdu, Malayalam. Very What advice would you give to a student aspiring proficiency in multiple languages? That's my question. Thank you. Well, look, I must say, Mohammed, that it's extremely important, I believe, to be able to communicate with people in their own language as much as possible. Very few people can learn, more than 4 or 5 languages. After a while, they become confused. And if they become strong in a 6th language, they might forget their 2nd language. That's how these things will happen. But 4 or 5 languages, all human beings are capable of learning. And I do believe that it's necessary for us to be able to make that effort. And I'm very disappointed with those people who claim to only know 1 language. That in this university you are taught 4 languages. I encourage you to pay attention. I would say you also have to ask yourself, what is the purpose? If it's to read, then literacy is the most important aspect. If it is to have a conversation in that language, then you must do much more listening in the language lab. Videos, tapes, sound of language, so you know how it sounds when it's spoken, and when you speak again, it makes sense. One of the challenges I discovered from foreign and non-Malayali employers in Kerala is that many Malayalis write pretty good English, but they have no confidence in speaking it, unlike you. Many of them are saying that they never needed to speak English, even in the classroom. Even in, you wake up in the morning, you switch on the radio, you listen to Malayalam. You go to work, at the bus stop, people are speaking Malayalam on the bus as they would like. So many of these kids will learn English when they're studying engineering, they study English textbooks. They study engineering in English, and they can write a good paper or write a good piece of advice in writing. But the day they have to speak to a customer or a consumer or a client, the managers tell me, these Malayalis are hopeless, they just don't have the confidence. That's very bad. So it's important to figure out what the purpose is of the language you're learning and strengthen your capacity to do that. So my spoken Malayalam is a lot better than my reading and writing because I didn't grow up in Kerala. On the other hand, say, in French I can read as fluently as needed because in fact I've actually learned reading and writing along with speaking at the same time. Similarly in Hindi, I learned Hindi in school. I went to school in Bombay, in Calcutta, and I learned Hindi. But I read Hindi much more slowly than, say, I would read English. So if you give me the same article or the same book in English or Hindi, I know I can finish it in Hindi in 5 minutes, in English in 5 minutes. In Hindi, it may take me 20 minutes. So then, therefore, you again know your strengths, know what is the thing that you want to do, and use it accordingly. Okay? Good luck to you, but keep learning the languages. Hello, sir. Last question, because we're late for something else. Yeah. I'm Muzammil Haq from Assam, and I'm here as a fanboy because I know you are an orator, an influencer, but for me, you are Shashi Tharoor, the writer. Thank you. I'm an aspiring writer, and I have finished writing 1 book, and I also finished the script of 2nd book. And Congratulations, that's very good. Yeah. How old are you? 21. Well done. I was not able to publish my first book at 21, so very good. Well done. Yeah, sir, I have some questions, but before that, as a present for my father, I need you to sign this book, please. Sure, happily. Yeah. Tell me your name once more. And your father's name?
sir, to come and interact with our students. So we are lucky today, and it's a very fruitful session. I know that Darul Huda is doing a wonderful job. As a president of the students wing is working outside the Kerala, we know that how the Hudavis are devoted for the social service, and without the service it's impossible. And I know the Al Huda Students Association also doing a very tremendous job in promoting the skills of the students. So today you had a very fruitful session with Dr. Shashi Tharoor, and I hope that ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പൂർവ്വ വിദ്യാർത്ഥിയും നിലവിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഡയറക്ടർ കൂടിയായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയായ ഡോക്ടർ ഫൈസൽ ഹുദവി മാരിയാട് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. സാദരം ക്ഷണിക്കുന്നു. Assalamu alaikum warahmatullahi wabarakatuh. Very good afternoon to all. Respected. മുപ്പതാം വർഷം ആഘോഷിക്കുന്ന ആസാസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളൊക്കെ എഴുതാനും വായിക്കാനും അതുപോലെ സംസാരിക്കാനും ഇതുപോലെ സ്റ്റേജിൽ എണീറ്റ് നിൽക്കാനൊക്കെ നമുക്ക് വേദി ഒരുക്കിയിട്ടുള്ളത് ആസാസായിരുന്നു എന്ന് ഈ സമയത്ത് അനുസ്മരിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. തെളിച്ചം മാസിക, നമുക്കറിയാം, ഈ 25 വർഷം പൂർത്തിയാക്കിയ തെളിച്ചം മാസിക ആസാസിൻ്റെ ഒരു വലിയ സംഭാവനയായിരുന്നു. ക്യാമ്പസുകൾക്ക് കേരളത്തിൽ the way it has organized most of these activities in arts and literature and promoting the students to write and speak and debate. ASAs has been very wonderful, very successful platform in the campus. I wish and all the best for the journey ahead. Thank you all. Assalamu alaikum. Assalamu alaikum wa rahmatullahi wa barakatuh. Let me conclude this session with thanking you all. On behalf of the entire DH family, I would like to express my sincere gratitude to all present here. Thank you wholeheartedly. Assalamu alaikum wa rahmatullahi wa barakatuh.